കാട്ടാനഭീതിയിൽ നിലമ്പൂർ മൈലാടി കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയിലൂടെ ആനകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, സ്വാഭാവികമായും പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ടാകും. അത് അകറ്റാനുള്ള എന്തെങ്കിലും ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ വിപിൻ? രജിത്ത്, ഈ മൈലാടി പ്രദേശം ചുള്ളിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ഒരു ആനയുടെ സാന്നിധ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയുണ്ട്. അതിന്റെ ഒരു ഭീതി ഈ പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൈലാടിയിലെ റിവേറെ എസ്റ്റേറ്റ് എന്നുള്ള എസ്റ്റേറ്റിന്റെ പുറകുവശത്തെ ഗേറ്റിന് സമീപത്ത് കൂടി രണ്ട് ആനകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTVയിൽ പതിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു 4 കർഷകരുടെ മുഴുവൻ കൃഷിയും നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ CCTVയിൽ 2 ആനകൾ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ജനവാസ മേഖലയാണ്. ഈ മൈലാടി പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം 100 കണക്കിന് കുടുംബങ്ങൾ തന്നെ താമസിക്കുന്ന തീർത്തും ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ 2 ആനകൾ ഈ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പുലിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ള ഭയം കൂടിയുണ്ട്. അപ്പോൾ കാടിറങ്ങുന്ന ഭീതി എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഈ ആനകളെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റുകയാണെങ്കിൽ പോലും ഒരു ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്ന സാഹചര്യമാണ് നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത്. അതിൽ ഏറ്റവും രൂക്ഷമായി ഇപ്പോൾ ഈ പ്രശ്നം നിൽക്കുന്ന ഒരു പ്രദേശമായി മാറുകയാണ് മൈലാടി. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.